ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി തീവ്രവാദം പ്രൊമോട്ട് ചെയ്യുന്ന വ്യക്തിയാണ് എന്ന ഇത്തരം ദുരാരോപണങ്ങൾക്ക് കൃത്യമായ മറുപടിയാണ് ഇവിടെ ഷബീബ് സലാഹി അവർകൾ നൽകിയിട്ടുള്ളത്. ISIS പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഒരിക്കലും ഇത്തരം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് എടുത്തുദ്ധരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ആ രൂപത്തിൽ തീവ്രവാദത്തിന് വളം വെച്ചു കൊടുക്കുന്ന ഒരു വരികൾ പോലും ഇല്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലോകത്ത് വിശുദ്ധ ഖുർആനും തിരുവചനങ്ങളും ഏതു രൂപത്തിലാണോ വളച്ചൊടിച്ചുകൊണ്ട് തീവ്രവാദമാണ്, ഭീകരവാദമാണ് എന്ന് സമൂഹത്തിൻ്റെ മുമ്പിൽ ചില ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി സമാധാനത്തിൻ്റെ, ഇസ്ലാമിനെ ശരിയായ വണ്ണം പഠിപ്പിക്കാൻ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങൾ, ആ ഗ്രന്ഥങ്ങളെ വളച്ചൊടിച്ചുകൊണ്ട് തീവ്രവാദത്തിലേക്ക് നയിക്കുന്ന വ്യക്തിയാണ് എന്ന് വരുത്തി തീർക്കുകയാണ് ചെയ്തത് എന്ന് ഇവിടെ ഷബീബ് സലാഹി അവറുകളുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ തന്നെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് 10 ചുരുക്കിയ രൂപത്തിൽ അദ്ദേഹം എഴുതിയ ഗ്രന്ഥം, അതിൽ ഫഹുവ കാഫിർ, അവൻ കാഫിറാകുന്നു എന്നൊക്കെ അതിൻ്റെ അവസാനത്തിൽ കൊടുക്കുമ്പോൾ അവിടെയാണ് ചില ആളുകൾക്ക് സംശയം അല്ലെങ്കിൽ ആരോപണത്തിന് ചാൻസ് വന്നത്. എന്നുവെച്ചാൽ ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ലോകത്തേക്ക് കടന്നു വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പ്രചരിപ്പിക്കാൻ വേണ്ടി ബാക്കിയുള്ള ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമൂഹത്തെയും അഹിൽ സുന്ന എന്നറിയപ്പെടുന്ന പണ്ഡിതന്മാരെയുമെല്ലാം കാഫിറാക്കിക്കൊണ്ടാണ് ഇദ്ദേഹം വളരാൻ ശ്രമിച്ചത് എന്ന ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എന്താണ് അതിനോട് പ്രതികരിക്കാനുള്ളത്? മൂസ സ്വലാഹി നമ്മോട് സംസാരിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലി മുഹമ്മദ്. മഹാനായ ഇമാം ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുമായി ബന്ധപ്പെട്ട പ്രാധാന്യമർഹിക്കുന്ന ചർച്ചയാണ് മുന്നോട്ട് പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതം പരതുന്ന, പഠിക്കുന്ന ആർക്കും ബോധ്യമാകുന്ന വിഷയമാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഉരുക്ക് പർവ്വതം പോലെ നിലയുറപ്പിച്ച മഹാപണ്ഡിതനാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള. അതുകൊണ്ട് തന്നെ മൂർച്ചയില്ലാത്ത പല്ലുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ കാർന്ന് തിന്നാൻ നോക്കുന്ന ആളുകളുണ്ട്. അവർ പരാജയപ്പെടുക മാത്രമാണ് ചെയ്യുക. അതുപോലെ തന്നെ നഖങ്ങൾ കൊണ്ട് നുള്ളി നോവിക്കാൻ രാവും പകലും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതും വിഫലമായിട്ടുള്ള കാഴ്ചയാണ് നമ്മൾ ഇതുവരെ കണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ ചോദിക്കപ്പെട്ട കാര്യം, ലോക മുസ്ലിങ്ങളെ കാഫിറുകളാക്കി, മുശ്രിക്കുകളാക്കി പോകുന്ന ഒരു പ്രവണത ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പിഴച്ച അല്ലെങ്കിൽ പുതിയ കുറേ ആശയങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ സമൂഹം ജാഗ്രത കൈവരിക്കണം എന്ന നിലക്ക് പറയുന്നത്. ആ രൂപത്തിൽ ഷെയ്ഖുൽ ഇസ്ലാമിനെ വേട്ടയാടാൻ നോക്കുന്ന ആളുകൾ ഇന്നുമുണ്ട്. കാലങ്ങളായി അത് ലോകത്ത് നിലനിന്ന് വരികയുമാണ്. ഇവിടെ ഇതിൻ്റെ സുപ്രധാന കാരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പ്രധാനമായും 3 കാരണങ്ങൾ ഈ ആരോപണത്തിന് ആധാരമായി ഉന്നയിക്കപ്പെടാറുണ്ട്. അതിലൊന്നാമത്തത് ഇബ്നു തൈമിയ റഹിമഹുള്ള ഇസ്തിഗാസ വിരോധിയായിരുന്നു എന്നതാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായ തേട്ടമാണ്. അള്ളാഹുവിൻ്റെ മുമ്പിൽ അടിമകൾ നടത്തേണ്ടതായ ആരാധനയായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട വിഷയമാണ്. ഈ ഒരു ആരോപണത്തെ മുന്നിൽ വെച്ച് കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം ഒരിക്കലും ഇസ്തിഗാസ വിരോധിയായിരുന്നില്ല. മറിച്ച് ഇസ്ലാം ആരാധനയായി പഠിപ്പിച്ചിട്ടുള്ള ഇസ്തിഗാസയെ പ്രാമാണികമായി പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതുമായി ബന്ധപ്പെട്ട സംശയങ്ങളെ ദൂരീകരിക്കുകയും ചെയ്ത മഹാപണ്ഡിതനായിരുന്നു എന്ന് കാണാൻ സാധിക്കും. എന്നാൽ യഥാർത്ഥ ഇസ്തിഗാസയുടെ മറവിൽ അടിമകളെ കൊണ്ട് സാധിക്കാത്ത
സൃഷ്ടികളെ കൊണ്ട് സാധിക്കാത്ത കാര്യങ്ങൾ മരണപ്പെട്ടവരാകട്ടെ ജീവിച്ചവരാകട്ടെ അവർക്ക് അപ്രമാദിത്വം കൽപ്പിച്ചുകൊണ്ട് അവരോട് ചോദിക്കാം. അത് ശിർക്കല്ല, അത് വിരോധിക്കപ്പെട്ട കാര്യമല്ല എന്ന നിലക്ക് ഒരു കാലഘട്ടത്തിൽ തഖിയുദ്ദീൻ സുബ്ഖിയെ പോലെയുള്ള ആളുകളൊക്കെ രംഗപ്രവേശനം ചെയ്തു. അതിനെ കൃത്യമായി പൊളിച്ചടുക്കിയ പണ്ഡിതനായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്. ഷിയാക്കളും സൂഫികളും ലോകത്ത് പ്രചരിപ്പിച്ച ഷിർക്കൻ ഇസ്തിഗാസയെ കൃത്യമായി മറുപടി കൊടുത്തു പോന്ന പണ്ഡിതനാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥങ്ങളിൽ അൽ ഇസ്തിഗാസ ലിറദ്ദി അലൽ ബക്കിരി, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജലിപ്പിച്ച് നടന്ന ബക്കിരിയെ പോലെയുള്ള ആളുകൾക്ക് മറുപടി, ഇസ്തിഗാസയുടെ വിഷയത്തിലെ തെറ്റായ ജൽപ്പനങ്ങൾക്കുള്ള മറുപടി ലോക പ്രസിദ്ധി നേടിയിട്ടുള്ള ഗ്രന്ഥമാണ്. അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പ്രമാണങ്ങൾ പഠിപ്പിച്ച ഇസ്തിഗാസയെ പ്രചരിപ്പിക്കുകയും തെറ്റായ ഇസ്തിഗാസയെ പ്രാമാണികമായി എതിർക്കുകയും ചെയ്തതുകൊണ്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ആ നിലക്കുള്ള ആരോപണത്തിന് വിധേയമാക്കപ്പെട്ടത്. മറ്റൊരു കാര്യം, ജാറങ്ങളും മക്ബറകളുമൊക്കെ ഇല്ലായ്മ ചെയ്യാൻ, അതൊക്കെ പൊളിച്ചു കളയണം, തകർത്ത് കളയണം, അതൊന്നും ഇസ്ലാമിൻ്റെതല്ല എന്ന നിലക്ക് ഇമാം വാദിച്ചു എന്നതാണ് കാരണമായി പറയാറുള്ളത്. ജാറങ്ങളും മക്ബറകളുമൊക്കെ സകല ഷിർക്കിൻ്റെയും ആത്മീയ ചൂഷണങ്ങളുടെയും കേദാരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യ തലമുറ അഥവാ ഉത്തമ തലമുറ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവർക്ക് ശേഷം ലോകത്ത് ഷിയാക്കൾ തുടങ്ങിയിട്ടുള്ള സമ്പ്രദായമാണ് ജാറ മക്ബറ വ്യവസായങ്ങൾ. സൂഫികൾ അത് വ്യാപകമായി പ്രചരിപ്പിച്ചു. അത് ഇവിടെ നമ്മുടെ നാടുകളിലുമൊക്കെ എത്തി. അതാണ് ചരിത്ര വസ്തുത. ഇസ്ലാമിൻ്റെ ശരിയായ പാരമ്പര്യത്തിൽ ഒരിക്കലും നമുക്കത് കാണാൻ സാധിക്കുകയില്ല. ഈ ഒരു ആരോപണത്തെ മുന്നിൽ വെക്കുകയാണെങ്കിൽ ഈ വിഭാഗം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആരോപിക്കണം. കാരണം അവിടെ നിന്നാണ് വിരോധിച്ചത്. നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് വിരോധിച്ചു ഖബറുകൾക്ക് മേൽ എടുപ്പുണ്ടാക്കുന്നതും ഖബറുകൾ കെട്ടിപ്പൊക്കുന്നതും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിഴച്ച ആശയം പഠിപ്പിച്ചു എന്ന് ഇത്തരം ആളുകൾ ജലിപ്പിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുപോലെ സ്വഹാബത്ത് ഈ വിഷയത്തിൽ എടുത്ത നിലപാട് കാണാൻ സാധിക്കും. അറിയപ്പെട്ട 4 അഇമ്മത്ത് ഈ വിഷയത്തിൽ ഏക അഭിപ്രായമാണ്. അതിൽ പ്രധാനമായി ഇമാം ഷാഫിഈ റഹിമഹുള്ളയുടെ അഭിപ്രായം കാണാം, ഇമാം നവവി റഹിമഹുള്ളയുടെ അഭിപ്രായം കാണാം. ഇബ്നു തൈമിയ റഹിമഹുള്ളക്ക് എതിരെ ആരോപണം ഉന്നയിക്കുന്ന ഇവരുടെ പ്രധാന ഇമാമായിട്ടുള്ള ഇബ്നു ഹജർ ഹൈത്തമിയുടെ നിലപാട് പോലും ഈ വിഷയത്തിൽ അവർക്ക് എതിരായി തന്നെ കാണാൻ സാധിക്കും. അപ്പോൾ ഒരിക്കലും ഇസ്ലാം പഠിപ്പിച്ച ഒരു കാര്യത്തെയല്ല അവിടുന്ന് എതിർത്തത്, മറിച്ച് വിരോധിച്ച കാര്യത്തെ ശക്തമായി എതിർത്തു എന്നതാണ് അദ്ദേഹത്തെ ആരോപിതനാക്കാനുണ്ടായ ഒരു കാരണം. മൂന്നാമത്തെ വിഷയം, ആദർശ പാരമ്പര്യത്തിലുള്ളവളെ അഥവാ യഥാർത്ഥ അഹ്ലുസുന്നയെ കാഫറുകളും മുശ്രിക്കുകളുമൊക്കെ ആക്കാൻ ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് തുനിഞ്ഞു, രംഗത്തിറങ്ങി എന്നതാണ്. വളരെ വാസ്തവ വിരുദ്ധമായ ഒരാരോപണമായിട്ടാണ് ഇത് ഇന്നും നിലനിൽക്കുന്നത്. കാരണം ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളുടെ അടിവേര് നമ്മൾ പരതിയാൽ അത് ഷിയാക്കളിൽ എത്തിച്ചേരും എന്നത് ഉറപ്പാണ്. ഷിയാക്കളെ അംഗീകരിക്കാത്ത മുഴുവൻ ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്ന വാദഗതിയാണ് അന്നും ഇന്നുമുള്ളത്. അതുപോലെ തന്നെ സൂഫികൾ, ആ സൂഫികളുടെ നിർമ്മിത ത്വരീക്കത്തുകൾക്ക് അടിമപ്പെടാത്ത ആളുകളൊക്കെ ഇസ്ലാമിൽ നിന്ന് പുറത്താണ്. ഏതെങ്കിലും ഒരു ത്വരീക്കത്ത്, ഖാദിരിയ അല്ലെങ്കിൽ റിഫാഇയ, നക്ഷബന്ദിയ, സുഹ്റബന്ദിയ, തീജാനിയ, ഏതെങ്കിലുമൊക്കെ ഒരു ത്വരീക്കത്തുകൾക്ക് അടിമപ്പെട്ടാൽ മാത്രമേ അവന് ഇസ്ലാമിൻ്റെ അകത്ത് നിൽക്കാൻ പറ്റൂ എന്ന വിശ്വാസമാണ്. പിന്നീട് വന്ന റസാഖാൻ ബറേൽവി, ആ ബറേൽവിയുടെ ആശയം നോക്കിയാൽ ബറേൽവിസം ഉൾക്കൊള്ളാത്ത എല്ലാവരും കാഫറുകളാണ് എന്ന് മുദ്രകുത്തിയ ആളാണ് റസാഖാൻ ബറേൽവി. അപ്പോൾ ഈ ഒരു ആശയത്തിലൂടെ പോകുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ, പുരോഹിതന്മാർ. ഇന്നും അവർ തൊണ്ട പൊട്ടി, തൊണ്ട ഇടറി പറയുന്നു,
കാഫറുകളാക്കി, മുഷിരിക്കുകളാക്കി. ആര്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല. എന്നാലോ ഷിയാക്കളും സൂഫികളും ബറേലവികളും അഹ്ലുസുന്നയുടെ നേരെ ഉന്നയിച്ച ഈ ആരോപണം ഇന്നും വെള്ളം ചേർക്കാതെ ഇവിടെ സമസ്തക്കാർ കൊണ്ടു നടക്കുന്നു. അഹ്ലുസുന്നയുടെ യഥാർത്ഥ വക്താക്കളെ ഇപ്പോഴും കാഫറുകളും മുഷിരിക്കുകളുമാക്കി അവർ മുദ്രകുത്തുന്നു. അവർ അകപ്പെട്ട ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും അദ്വൈത അവതാരവാദമടക്കമുള്ള ഷിർക്കൻ കുഫറൻ വിശ്വാസങ്ങളുടെ അപകടം തിരിച്ചറിയാതെ പോകുന്നു എന്നത് ഇവിടെ നിഴലിച്ചു നിൽക്കുന്നതായി നമ്മൾ കാണുന്നു. അപ്പോൾ ഈ നിലക്കുള്ള തെറ്റായ ചിന്താഗതികൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് മഹാനായ ഒരു പണ്ഡിതനെ അതിശക്തമായി ആരോപിക്കാനും കല്ലെറിയാനും ഇവർ ശ്രമിക്കുന്നത്. ഇവർക്ക് തന്നെ വളരെ വേണ്ടപ്പെട്ട പണ്ഡിതനാണ് ഇമാം സുയൂത്തി റഹിമഹുല്ല. അദ്ദേഹത്തിൻ്റെ വളരെ അറിയപ്പെട്ട ഗ്രന്ഥമാണ് തൊബഖാത്തുൽ ഹുഫാൽ എന്ന ഗ്രന്ഥം. അപ്പോൾ ആ ഗ്രന്ഥത്തിൽ പോലും ഷെയ്ഖുൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തിയത് വഖാൽ അൽ ഹാഫിൽ ജലാലുദ്ദീൻ അസുയൂത്തി റഹിമഹുല്ല ഇബ്നു തൈമിയ അഷെയ്ഖുൽ ഇമാം അഷെയ്ഖ് അൽ ഇമാം അൽ അല്ലാമ അൽ ഹാഫിൽ അൽ നാഖിദ് അൽ ഫഖീഹ് അൽ മുജ്തഹിദ് അൽ മുഫസ്സിർ അൽ ബാരി' ഷെയ്ഖുൽ ഇസ്ലാം അലമുസ് സുഹാദ് നാദിറുൽ അസ്ർ തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദുൽ മുഫ്തി ഷിഹാബുദ്ദീൻ അബ്ദുൽ ഹലീം ഇബ്നു അൽ ഇമാമുൽ മുജ്തഹിദ് ഷെയ്ഖുൽ ഇസ്ലാം എന്ന നിലക്ക് വളരെ ബൃഹത്തായ വലിയ രൂപത്തിലുള്ള വിശേഷണങ്ങൾ, നാമങ്ങൾ, സ്ഥാനങ്ങൾ നൽകിക്കൊണ്ടാണ് പരിചയപ്പെടുത്തിയതായി കാണാൻ സാധിക്കുന്നത്. ഇതെല്ലാം വസ്തുതയാണ്. ഇതാണ് വസ്തുത. അതിനെതിരെ ആര് ഏത് രൂപത്തിലുള്ള ആരോപണങ്ങൾ അമ്പെയ്ത് പോകുന്ന പോലെ നടത്തിയാലും ഇമാമിൻ്റെ സേവനങ്ങൾ തകരുകയില്ല, ഇമാമിൻ്റെ വെളിച്ചം അത് അണയുകയില്ല എന്നാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത്.